വണ്ണം കൂടുന്നത് ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാകില്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചും മോഡേൺ ഡ്രസ്സ് ധരിച്ചുമൊക്കെ പലരും ചെറുപ്പം നിലനിർത്താൻ പാടുപെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് അമേരിക്കൻ ശതകോടീശ്വരനായ ബ്രയാൻ ജോൺസൺ. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ബ്രയാൻ ജോൺസൺ തന്റെ യൗവനം നിലനിർത്താനായി ചിലവഴിക്കുന്നത്. മരണത്തെ വെല്ലുവിളിക്കുന്നവൻ എന്നറിയപ്പെടുന്ന ബ്രയാൻ തന്റെ പരീക്ഷണത്തിനായി ചിലവിടുന്നത് വർഷം 16 കോടി രൂപയാണ്. ഇതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യ ബാർബി എന്ന് പ്രശസ്തയായ ലോസ് ആഞ്ചലസ് സ്വദേശിയായ 47 വയസ്സുള്ള മാർസല ഇഗ്ലേഷ്യ രംഗത്ത് വന്നത്. ഇതിനായി 23 വയസ്സുള്ള തന്റെ മകനിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ പോവുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണിവർ. തന്റെ സൗന്ദര്യ ചികിത്സയ്ക്കായി രക്തം നൽകുന്നതിൽ തന്റെ മകൻ വളരെ സന്തുഷ്ടനാണെന്നും ഈ അമ്മ പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് വേണ്ടിയും അവൻ ഇത് ചെയ്യാൻ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് മനുഷ്യ ബാർബി എന്നാണ്. നിങ്ങളുടെ സ്വന്തം മകനിൽ നിന്നോ മകളിൽ നിന്നോ രക്തം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ യുവകോശങ്ങളെ നിലനിർത്തുന്നതിനുള്ള പുതിയ യുഗമാണ് സാധ്യമാകുകയെന്നുമാണ് അവർ പറയുന്നത്. പ്രായം കുറഞ്ഞ രക്തദാതാവിന്റെ കോശങ്ങളിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ചും ദാതാവ് സ്വന്തം മകനോ മകളോ ആകുമ്പോൾ. സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു ചികിത്സയെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നുമാണ് മാർസല ഇഗ്ലേഷ്യ ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞത്. അതേസമയം ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ 2019 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ യുവദാതാക്കളിൽ നിന്നുള്ള പ്ലാസ്മ സ്വീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഇത്തരം നടപടികൾ സുപ്രധാനമായ പൊതുജനാരോഗ്യ ആശങ്കകൾ ഉയർത്തുന്നുവെന്നാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. സാധാരണ വാർദ്ധക്യവും ഓർമ്മക്കുറവും മുതൽ ഡിമെൻഷ്യ, പാർക്കിൻസൺ രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അൽഷിമേഴ്സ് രോഗം, ഹൃദ്രോഗം അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് യുവദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിക്കുന്ന പതിവുണ്ട്.